വെൽക്കം ടു മാസ്റ്റർമൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിന് ഒരുപാട് സെവൻ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിവിടെ പറയുന്നത് അതിൻ്റെ സ്കോപ്പുകളാണ്. എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ പറഞ്ഞത് തിയറി ഓഫ് പ്രോഡക്റ്റ് പ്രൈസിങ്. ഒരു പ്രോഡക്റ്റ് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിയറി എന്തൊക്കെ തിയറി വരിക? The market forces of demand and supply determine the price of each individual commodity. Microeconomics is concerned with the demand analysis or the behavior of individual consumer. ഓരോ മൈക്രോ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? മൈക്രോ എക്കണോമിക്സ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിമാൻഡ് സപ്ലൈ നോക്കി, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അതുപോലെ എത്രത്തോളം സപ്ലൈ ഉണ്ട്, എത്രത്തോളം വിറ്റ് പോകും സാധനങ്ങൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും? ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? നോക്കും. നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വില നോക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കും. അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ഒക്കെ ഇത് കൃത്യത വരുത്തിയിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമറും എന്ത് ചെയ്യുന്നു? കൃത്യത വരുത്തും. അതാണ് ഒരു പ്രോഡക്റ്റ് പ്രൈസിങ്. ആ പ്രോഡക്റ്റിന് എത്രയാണ് പണം കൊടുത്തിട്ടുള്ളത്, ആ പണത്തിനുള്ള മൂല്യം അല്ലെങ്കിൽ ആ പണത്തിലുള്ള ക്വാളിറ്റി ഇതിലുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് പ്രോഡക്റ്റ് വാങ്ങുക. തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്. എന്താണ് തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ് എന്ന് പറയുന്നത്? ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് എയ്ഡഡ് ബൈ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് വരുന്നത്? ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഫാക്ടർ പ്രൈസിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ ആൻഡ് ഓണർഷിപ്പ്. ഈ ഓൺടർപ്രണർഷിപ്പിൽ പറയുന്നത് റിസീവ് കമ്പൻസേഷൻ ഇൻ ദി ഫോം ഓഫ് എന്തൊക്കെയാണ് വരുന്നത്? റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ലാൻഡിനാണ് റെൻറ്റ് വരിക. ഭൂമി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു റെൻറ്റ് വാടക കിട്ടും. ലാബർ നമുക്ക് എന്താ കൊടുക്കുന്നത്? വേജാണ്. തൊഴിലാളികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? വേജ് കൊടുക്കും. ക്യാപിറ്റൽ, മൂലധനടുത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? പലിശ, ഇൻട്രസ്റ്റ് കിട്ടുന്നു. ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അവസാനം എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ഫോർ ദർ കോൺട്രിബ്യൂഷൻ, അവരുടെ കോൺട്രിബ്യൂഷൻ രീതിയിലനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവർക്ക് കിട്ടുന്നു. ഏത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്? ലാൻഡിൻ്റെ, ലാബറിൻ്റെ, ക്യാപിറ്റൽ, അതുപോലെ ഓൺടർപ്രണർഷിപ്പ്, ഈ നാലും ഒത്തുചേർന്നാൽ അവിടെ എന്താ ഉള്ളൂ? ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഏത് സാധനമായാലും നമുക്ക് എന്താണ്? സാധനം ഉണ്ടാക്കാൻ ഒരു ഭൂമി വേണം, ഒരു വർക്കർ വേണം, അതിൻ്റെ ആയിട്ടുള്ള പണം വേണം. അത് വിറ്റ് വന്ന് വരുമ്പോൾ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് എന്താണ്? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവിടെ പ്രോഫിറ്റ് കിട്ടും. മൂന്നാമത്തെ പറഞ്ഞ തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ. എന്താണ് എക്കണോമിക് വെൽഫെയർ എന്ന് പറയുന്നത്? അത് എഫിഷ്യൻസി ഓഫ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എസെൻഷ്യലി വാട്ട് ദ തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ അഡ്രസ്. ഇവിടെ വെൽഫെയറിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കണം. ഒരു വെൽഫെയർ തന്നെ എഴുതിയിട്ടുള്ളത് ഒന്ന് തെറ്റിപ്പോയതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽഫെയർ, ഒന്ന് സ്പേസ് ഇട്ടതാണ്. ദ എഫിഷ്യൻസി ഓഫ് റിസോഴ്സ്, ഓരോ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ കൃത്യത, എഫിഷ്യൻസി നല്ല സ്ട്രോങ് ആണോ, പ്രൊഡക്ഷൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അത് എങ്ങനെയാണ് തിയറി ഓഫ് എക്കണോമിക് വെൽഫെയർ അഡ്രസ്സ്? അതെന്ത് ചെയ്യും? അഡ്രസ് ചെയ്യും. നമ്മൾ ഓരോ സാധനം വില പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ള സാധനം ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വെൽഫെയർ ഒന്ന് അഡ്രസ് ചെയ്ത് നോക്കുന്നതാണ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ നാലാം പറയുന്നത് 3 എഫിഷ്യൻസീസ് ആർ നെസസറി ഫോർ എക്കണോമിക് എഫിഷ്യൻസി. ഈ എഫിഷ്യൻസി നോക്കണമെങ്കിൽ, വെൽഫെയർ എക്കണോമിക്കലി ഈ എഫിഷ്യൻസി നോക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 3 എഫിഷ്യൻസികളുണ്ട്. അത്യാവശ്യമായിട്ട് എക്കണോമിക് എഫിഷ്യൻസി നോക്കേണ്ട 3 എഫിഷ്യൻസികളുണ്ട്. എന്തൊക്കെയാണ്? എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷനിൽ എന്താണ് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ എഫിഷ്യൻസി ഇൻ കൺസപ്ഷൻ എന്താണ് നടത്തുന്നത് നോക്കണം. പിന്നെ ഓവറോൾ എക്കണോമിക് എഫിഷ്യൻസി, മൊത്തത്തിൽ എങ്ങനെയാണ് നടത്തുന്നുണ്ടോ എന്ന് നോക്കണം. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? Efficiency in production refers to producing the maximum possible goods and service out of the available resource. ഒരു റിസോഴ്സിലുള്ള മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യുക. എങ്കിൽ നമുക്ക് എന്തേ ഉള്ളൂ? ലാഭം കിട്ടുള്ളൂ. എഫിഷ്യൻസി ഇൻ കൺസപ്ഷൻ പറഞ്ഞാൽ എന്താണ്? കൺസപ്ഷൻ റിഫേഴ്സ് ടു ദി അലൊക്കേഷൻ ഓഫ് പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് സർവീസ് എമംഗ് ദി കൺസ്യൂമേഴ്സ്. ഓരോ കൺസ്യൂമറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓരോ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ കൺസപ്ഷൻ നടത്തിയിട്ടുള്ളത് ഇൻ എ വേ ദാറ്റ് മാക്സിമൈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ്, മൈക്രോയിൽ പറയുമ്പോൾ ഒരു വ്യക്തിക്ക്, മാക്രോയിൽ പറയുമ്പോൾ സമൂഹത്തിന് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു മൈൻഡിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, എങ്കിലും നമുക്ക് വാങ്ങുമ്പോൾ തൃപ്തി ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു പണം കൊടുക്കാൻ തോന്നുകയുള്ളൂ. അപ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ.
അത് എത്രത്തോളം രീതിയിൽ അത് കൺസ്യൂമേഴ്സ് അത് നല്ല രീതിയിൽ അതിന് വേണ്ടി നല്ല എഫിഷ്യൻസി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യുന്നു അവിടെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. എങ്കിലും അവിടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഓവറോൾ എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ദിസ് റിഫേഴ്സ് ടു ദി ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് പീപ്പിൾ വാണ്ട് ദി മോസ്റ്റ്. മൊത്തത്തിൽ ജനങ്ങൾക്ക് എന്താണ് കൂടുതൽ ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യുന്നു അവിടെ പരാമർശിക്കുന്നുണ്ട്. കാരണം സമൂഹത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് വേണ്ടത്, ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രൊഡക്ഷൻസിൽ എന്തൊക്കെ മാറ്റം വരുത്തണോ, കൺസെപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു അവർ നോക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിലെ ഡിസ്റ്റിങ്ഷൻ, അതായത് എന്തൊക്കെയാണ് ഡിഫറൻസുകൾ വരുന്നത്? നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. വൈൽ മൈക്രോ എക്കണോമിക്സ് എന്തായിരുന്നു ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം അത് സ്മാൾ ആണ്, ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കളക്റ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദി അലൊക്കേഷൻ ഓഫ് എ സൊസൈറ്റി സ്കാർസ് റിസോഴ്സ്. അതെന്തായിരുന്നു സൊസൈറ്റിയുടെ റിസോഴ്സ് മാത്രമാണ് അത് നോക്കുന്നുള്ളൂ. എന്നാൽ മാക്രോ എക്കണോമിക്സ് ഡീൽ വിത്ത് ദി അഗ്രിഗേറ്റ് ഫിനോമിന. അതെന്തായിരുന്നു മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് ഫിനോമിന നോക്കുന്നുണ്ട്. വേൾഡ് സിസ്റ്റം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു നോക്കുന്നുണ്ട്, ഒരു എല്ലാ ജനങ്ങളുടെയും നോക്കുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തികത്തിന് വളർച്ച നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോവർട്ടി, അതുപോലെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം, ദാരിദ്ര്യം, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ആൾ മാക്രോ എക്കണോമിക് ടോപ്പിക്സ്. എത്രത്തോളം തൊഴിലില്ലായ്മ, എത്രത്തോളം ദാരിദ്ര്യം, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം പിന്നെ പണപ്പെരുപ്പം വരുന്നുണ്ട് എല്ലാം നോക്കുന്ന ആരാണ് മാക്രോ എക്കണോമിക്സ്. കാരണം അത് വലിയ സിസ്റ്റമാണ്. ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റം, ഒരു വ്യക്തിയുടെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സിസ്റ്റം അല്ല, അതൊരു ഓവറോൾ സംഭവമാണ്. അതുകൊണ്ടാണ് അത് മാക്രോ എക്കണോമിക്സ് പറയുന്നത്. പിന്നെ പറയുന്ന മൈക്രോ എക്കണോമിക്സ് എന്താ, ഡീൽസ് വിത്ത് ദി പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസ്. അതൊരു ഇക്വിലിബ്രിയത്തിൻ്റെ പാർഷ്യൽ സിസ്റ്റം മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ ഇക്വിലിബ്രിയം കാര്യങ്ങൾ, ഡിമാൻഡ് സപ്ലൈ ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് സപ്ലൈയുടെയും ഇടയിൽ കറക്റ്റ് ആ ഒരു പൊസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്ന ഏരിയയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ ഒരു അടുത്ത ഏരിയ വരുന്നുണ്ട്, ഗ്രാഫ് വരുന്നത് നമ്മളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇക്വിലിബ്രിയത്തിൽ ഒരു പാർഷ്യൽ ചെറിയൊരു ഏരിയ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ മൈക്രോ. എന്നാൽ വേറാസ് മാക്രോ എക്കണോമിക്സ് ഡീൽ വിത്ത് ദി ജനറൽ ഇക്വിലിബ്രിയം അനലൈസ്. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ത് ചെയ്യുള്ളൂ, ചിലപ്പോൾ ഡിമാൻഡ് ഏരിയ മാത്രം നോക്കുന്നുള്ളൂ. പക്ഷെ മാക്രോ എക്കണോമിക്സ് ഡിമാൻഡും സപ്ലൈയും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നോക്കുന്നുണ്ട്. അതായത് ജനറൽ പൊതുവായിട്ട് എല്ലാം എന്താകുന്നുണ്ട് ഇതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ ചെറിയ പറഞ്ഞാണ്. എങ്കിലും ഇതിൽ നമുക്കൊന്ന് പറയാം. മാക്രോ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി ആൻഡ് സെഗ്മെന്റ് ഓഫ് ദി എക്കണോമി. ഒരു നിശ്ചിത ഒരു ആൾക്കാരുടെ മാത്രം പർട്ടിക്കുലറായിട്ട് ഏരിയ തന്നിട്ടുണ്ടാവും, ഏരിയ മാത്രമേ നോക്കുള്ളൂ. എന്നാൽ മാക്രോ എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് എക്കണോമി ആസ് എ വേൾഡ്, മൊത്തത്തിൽ നോക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. രണ്ടാമത്തെ പറയുന്നത് പർപ്പസ് ഓഫ് മൈക്രോ എക്കണോമി ഈസ് ടു അനലൈസ് ദ മാർക്കറ്റ് ആൻഡ് ഡിറ്റർമിൻ ദി പ്രൈസ് ലെവൽ ഓഫ് കമ്മോഡിറ്റി. ഒരു മാർക്കറ്റിൻ്റെ സിസ്റ്റം മാത്രമേ നോക്കുള്ളൂ, അതിൻ്റെ പ്രൈസ് കമ്മോഡിറ്റി മാത്രമേ നോക്കുള്ളൂ. എന്നാൽ പർപ്പസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്താണ്? ഈസ് ടു മാക്സിമൈസ് ദ നാഷണൽ ഇൻകം ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. മാക്രോ എക്കണോമിക്സ് നോക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്, രണ്ട് ഡിഫറൻസുകൾ പറയുന്നത്. മൂന്നാമത്തെ എന്താ ഇവിടെ പറയുന്ന ഡിഫറൻസ് മൈക്രോയിൽ? ഇറ്റ് ഡീൽസ് വിത്ത് ദി സപ്ലൈ, ഡിമാൻഡ്, പ്രൊഡക്ഷൻ, പ്രൈസ്. എന്തൊക്കെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? ഒന്ന് സപ്ലൈ കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ ഡിമാൻഡുകൾ, പിന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻസ്, പിന്നെ എന്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ലെവല്. എന്നാൽ മാക്രോ എങ്ങനെയാണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദി നാഷണൽ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, എംപ്ലോയ്മെൻറ്റ് എക്സെട്ര. ഇത് മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം, നാഷണൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ലെവലൊക്കെ മൊത്തത്തിൽ നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്? ഡിമാൻഡ്, പ്രൊഡക്ഷൻ കാര്യം മാത്രമേ ഉള്ളൂ, നാഷണൽ ലെവലല്ല. അതൊരു പഞ്ചായത്ത് ലെവൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ലെവൽ മാത്രമേ നോക്കുന്നുള്ളൂ. നാലാമത്തെ കാര്യം പറയുന്നത് ഇറ്റ്സ് മെയിൻ ഡിറ്റർമിനേഴ്സ് പ്രൈസ്. ഇത് മെയിനായിട്ട് എന്താ നോക്കുന്നുള്ളൂ? പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ മാക്രോലോ ഇറ്റ്സ് മെയിൻ ഡിറ്റർമിനേഴ്സ് ഇൻകം. ഇവിടെ വരുമാനമാണ് നോക്കുന്നത്. കാരണം എന്താണ്? ഇവർ പണം മാത്രം നോക്കുന്നു,
ഇവരെന്ത് ചെയ്യുന്നു? വരുമാനം നോക്കുന്നു. വരുമാനം ഉണ്ടെങ്കിൽ നാഷണാലിറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ ഒരു നാഷണലിനെ ഒരു രാജ്യത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മറ്റൊരു അവരവരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. ഇവർക്ക് അങ്ങനെ മൈക്രോ എക്കണോമിക്സിന് എന്തല്ല അങ്ങനെ കഴിയില്ല. കാരണം അത് വലിയ സിസ്റ്റമാണ്. അതുകൊണ്ട് എന്താണ്? ഇൻകം നോക്കണം. ഇനി മൈക്രോ പറയുന്ന സംഭവം എന്താണ്? അഞ്ചാമത്തെ കാര്യം എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം ഓഫ് വാട്ട്, ഹൗ ആൻഡ് ഫോർ whom ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ആലോചന കാര്യങ്ങളാണ്, പ്രോബ്ലംസാണ് ആര് ഡീൽ ചെയ്യുന്നത്? മൈക്രോ എക്കണോമിക്സ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് സൊല്യൂഷൻസ്. ഇവർ മൈക്രോ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് പറഞ്ഞത്. മാക്രോ എന്താണ്? പ്രോബ്ലം ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഇൻ ദി എക്കണോമി. ഈ സമൂഹത്തിലുള്ള എല്ലാ എക്കോണമിയുടെയും എല്ലാ സാമ്പത്തികത്തിൻ്റെയും പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കണം. മറ്റെന്താ പരിഹരിച്ചാൽ മാത്രമല്ല, 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ആണത്. എങ്ങനെ ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം, ആർക്ക് വേണ്ടി ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ എല്ലാ റിസോഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആറാമത്തെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദി റെഗുലേറ്റിംഗ് ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആസ് വെൽ ആസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? നിശ്ചയിക്കുന്നു. എങ്ങനെ? ആസ് വെൽ ആസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്. ഈ 4 വസ്തുക്കളുടെയും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമാണ് ഇവർ റെഗുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സോൾവിങ് ദി മേജർ ഇഷ്യൂസ് ഇൻ ദി എക്കോണമി ലൈക്ക് ഇൻഫ്ലേഷൻ, പോവർട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസിൽ എന്താണ്? ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ദാരിദ്ര്യം, പണപ്പെരുപ്പവും ദാരിദ്ര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏഴാമത്തെ പറഞ്ഞ എന്താണ്? ഡിഫറൻസ് എന്താണ്? ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഫാക്ടേഴ്സ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്പെസിഫിക് കമ്മോഡിറ്റി ടു ഡിറ്റർമിൻസ് പ്രൈസ്. ചില വ്യത്യസ്ത രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവർ ഇത് ചെയ്യുന്നുള്ളൂ, അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. എല്ലാ സാധനത്തിൻ്റെയും അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മൈക്രോ എക്കണോമിക്സിന് ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ഇപ്പോൾ പെട്രോള് സർക്കാരാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്, അല്ലാതെ നമ്മൾ നാട്ടുകാർക്ക് ഒരു വില നിശ്ചയിക്കാൻ പറ്റില്ല. അത് ആരുടെ കൺസെപ്റ്റാണ്? മാക്രോയുടെ കൺസെപ്റ്റാണ്. പക്ഷെ മൈക്രോ എക്കണോമിക്സ് എന്താണ്? ഒരു ചില സംഭവത്തെക്കുറിച്ച് മാത്രമേ എന്തേ ഉള്ളൂ ഡിമാൻഡ് സപ്ലൈ ചെയ്യാൻ പറ്റും. ചില സ്പെസിഫിക് കമ്മോഡിറ്റി മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് പണം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെട്രോള് കാര്യങ്ങൾ ഉദാഹരണമാണ്. അതുപോലെ ടാക്സ് അത് അവരാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? മൈക്രോയിൽ വരും. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ടു ഡിറ്റർമിൻ ദി ജനറൽ പ്രൈസ് ലെവൽ. ഇത് ഒരു സ്പെസിഫിക് പ്രൈസ് ലെവലും മറ്റത് മൊത്തത്തിലുള്ള ജനറൽ പ്രൈസ് ലെവലും. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. മറ്റേ ജനറലാണ് എല്ലാതും കൂടി വിടും. ഇത് ചില വ്യത്യസ്തമായിട്ടുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിന് മാത്രമേ എന്തുള്ളൂ വരികയുള്ളൂ. എട്ടാമത്തെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ദി മെയിൻ ടൂൾസ്. മൈക്രോ എക്കണോമിക്സ് പറയുന്നത് എന്താണ്? ഡിമാൻഡും സപ്ലൈയുമാണ്. എന്നാൽ മാക്രോയിലോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ആർ ദി മെയിൻ ടൂൾസ്. മൊത്തത്തിലുള്ള ഡിമാൻഡുകളും സപ്ലൈകളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഒമ്പതാമത് എന്താണ് പറയുന്നത് മെയിനായിട്ട് മൈക്രോയില്? പ്രൈസ് തിയറി. നമ്മൾ പറയുക ഡിറ്റർമിൻ പ്രൈസിനാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. മാക്രോയിൽ എന്താ ഒമ്പതാമത്തെ പറയുന്നത്? തിയറി ഓഫ് ഇൻകം ആൻഡ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. വരുമാനവും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റും ഇതാണ് മാക്രോയിൽ നോക്കുന്നത്. ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് സേവിങ്സ്. മൈക്രോ എക്കണോമിക്സിൽ 10ാമത് നോക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് സേവിങ്സ്. എന്നാൽ ഇവിടെയോ ഇൻഡിവിജ്വൽ അല്ല, നാഷണൽ ഇൻകം ആൻഡ് ജനറൽ പ്രൈസ് ലെവല്. ഇവിടെ എന്ത് നോക്കുന്നുണ്ട്? ജനറൽ പ്രൈസ് ലെവൽ. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മൊത്തത്തിലുള്ള നോക്കുന്ന എല്ലാ കൺസെപ്റ്റുകളും, ജനറലായിട്ട് നോക്കുന്ന എല്ലാ കൺസെപ്റ്റുകളും എന്താണ്? മാക്രോ ലെവലാണ്. മറ്റതെന്താണ്? മൈക്രോ ലെവലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തു. ഇന്ന് നമുക്ക് പറയാനുള്ളത് എന്താണ്? സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്. ഈ സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്കേഴ്സിറ്റി റിസോഴ്സ് അത് പ്രോബ്ലംസ് ആണ്. റിസോഴ്സിൻ്റെ കുറവുകൾ അതെന്തിനൊക്കെ ബാധിക്കും? എക്കണോമിക്കെ ബാധിക്കുന്നത് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതെന്താണ്? സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ട്രൈ ടു fulfill their unlimited demands while making use of limited resources.
ലിമിറ്റായിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് എങ്ങനെയാണ് അൺലിമിറ്റഡ് വാൻസ് എത്രത്തോളം രീതിയിൽ റിസോഴ്സുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ആ റിസോഴ്സ് വെച്ചിട്ട് ഏതൊക്കെ റിസോഴ്സ് നമുക്ക് എടുക്കണം, എന്നിട്ട് അൺലിമിറ്റഡ് വാൻസ് അത്യാവശ്യമുള്ള ഡിമാൻഡുകൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച് റിസോഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുക, മാക്സിമം നമ്മൾ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇഷ്യൂസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ആൾ അതർ പ്രോബ്ലംസ് ഇൻ എക്കണോമിക്സ്. എല്ലാ എക്കണോമിക്സിൻ്റെയും മെയിനായിട്ട് റൂട്ട് പറഞ്ഞാൽ എന്താണ്, സ്കേഴ്സിറ്റി റിസോഴ്സുകളാണ്. ലിമിറ്റഡ് റിസോഴ്സുകളായിരിക്കും, പക്ഷേ അൺലിമിറ്റഡ് വാൻസ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യില്ല, കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള റൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സിൽ നിന്ന് ചെയ്യാം, സാധനം എടുത്തിട്ട് അൺലിമിറ്റഡ് വാൻസിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ മാത്രം കൊടുക്കുക. അത് ഓരോ വ്യത്യസ്ത ആൾക്കാരും വ്യത്യസ്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും എല്ലാ രീതിയിലുള്ള പണമല്ല, എല്ലാവർക്കും വ്യത്യസ്തമാണ്. അവിടെ ഇൻകം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്, അവിടെ എംപ്ലോയ്മെൻറ്റുകളൊക്കെ എന്താണ് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, റിസോഴ്സുകൾ കളക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡിമാൻഡുകളൊക്കെ എന്താവും, ഡിഫറൻസ് ആയിരിക്കും. എങ്കിലും ഒരു നാഷണൽ ലെവലിൽ മൈക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ എന്തുണ്ട്, അവിടെ ഒരുപാട് റിസോഴ്സുകൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും, അൺലിമിറ്റഡ് വാൻസ് ആയിരിക്കും. അപ്പോൾ അത് തരംതിരിക്കുകയാണ്, ജനറൽ ലെവലിൽ തരംതിരിക്കുന്നത് എന്ത് ചെയ്യും, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും ഇവിടെ. സ്കേഴ്സിറ്റി ഇൻ എക്കണോമിക്സ് സിംപിളി റിഫേഴ്സ് ടു എ ലിമിറ്റഡ് സപ്ലൈ. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സിംപിളിറ്റി പറയുന്നത് എന്താണ്, സപ്ലൈ ചെയ്യാൻ സാധനമില്ല, അത് വളരെ കുറച്ചുള്ളൂ, ലിമിറ്റഡ് ആണ്. അതാണ് സ്കേഴ്സിറ്റിൻ്റെ ചുരുക്ക രൂപം. ഇൻ ദ റിയൽ വേൾഡ്, ഒരു റിയൽ വേൾഡിൽ പറയുകയാണെങ്കിൽ വി ഡു നോട്ട് ഹാവ് ഇനഫ് റിസോഴ്സ് ടു മീറ്റ് അൺലിമിറ്റഡ് വാൻസ്. ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, റിയൽ വേൾഡിൽ പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് വാൻസിന് ഉള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. The factors of production are refers to the resource that every society disposal. Factors of production നമ്മൾ പറഞ്ഞല്ലോ, അതാണ് അതിൻ്റെ റിസോഴ്സ്. കാരണം റിസോഴ്സ് ഉണ്ടെങ്കിലേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കുറഞ്ഞ ലെവലിൽ ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് ആകുമ്പോൾ എന്താവും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒഴിവാകും സ്കേഴ്സിറ്റി വരുമ്പോൾ. കാരണം എന്താ, റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. ലാൻഡ് വാങ്ങിക്കാൻ റിസോഴ്സ് ഉണ്ടാവില്ല, ലേബർ വെക്കാൻ റെൻറ്റ് കൊടുക്കാൻ വേജ് കൊടുക്കാൻ നമുക്ക് എന്തുണ്ടാവില്ല, റിസോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, സൊസൈറ്റിക്ക് അത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ സിൻസ് ദ റിസോഴ്സ് ആർ ലിമിറ്റഡ്, റിസോഴ്സ് എന്താണ്, കുറവാണ്. ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ആൾസോ ലിമിറ്റഡ്. റിസോഴ്സ് കുറവ് വരുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും, ഓൾറെഡി കുറവായിട്ട് വരും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിട്ട് വരും. The commodities and services generated by this limited resource are also scarce because of the scarcity of these production factors. ഈ കമ്മോഡിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുന്നു, അത് കുറയുന്നു. എന്തുകൊണ്ടാണ്, ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് കൊണ്ട്. കാരണം ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കമ്മോഡിറ്റി സർവീസുകളൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ കുറവായിരിക്കും. കാരണം ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മാക്സിമം കമ്മോഡിറ്റി ഉണ്ടാക്കാൻ നോക്കും. എങ്കിലും എന്താണ്, റിസോഴ്സ് കുറയുമ്പോൾ അവിടെ കമ്മോഡിറ്റീസുകളും ഗുഡ്സും സർവീസൊക്കെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.